السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഖുർആൻ കരീം में വിശുദ്ധ ഖുർആനിൽ ധനത്യാഗത്തിലേക്ക് വിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിച്ചത് അനേകം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വമാ തുൻഫിഖു മിൻ ഖൈറിൻ വലി അൻഫുസിക്കും, നിങ്ങൾ ധനത്തിൽ നിന്ന് എന്തൊന്ന് ചിലവ് ചെയ്യുന്നുവോ അത് നിങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ അടയാളമായി പറഞ്ഞിരിക്കുന്നു, അവർ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ചിലവ് ചെയ്യുന്നവരാണ്. പറയുന്നു, വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി അല്ലാതെ ചിലവ് ചെയ്യുന്നില്ല. എത്രമാത്രം ഭാഗ്യവാന്മാരാണ് അവർ, ആരാണോ ഈ ഒരു ചിന്തയോടുകൂടി തങ്ങളുടെ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്നത്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുഴുവൻ ഭൂമിയിലും അഹ്മദിയല്ലാതെ മറ്റാരും തന്നെയില്ല അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ധനത്യാഗം ചെയ്യുക എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് കുറച്ചാളുകൾ അത്തരക്കാർ ഉണ്ടായിരിക്കാം. അവർ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ചിലവ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തങ്ങളുടെ കഴിവനുസരിച്ച് ചിലവ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു ജമാഅത്ത് എന്ന നിലയിൽ അഹ്മദിയ ജമാഅത്ത് മാത്രമാണ് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ദരിദ്രരുടെയും ആവശ്യക്കാരുടെയും സഹായത്തിനു വേണ്ടിയും ദീനിന്റെ ഇശാഅത്തിനു വേണ്ടിയും ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി തങ്ങളുടെ മേൽ ഭാരം വഹിച്ചുകൊണ്ടും ധനത്യാഗം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ എല്ലാ ചിലവുകളും അത് ഏതെങ്കിലും മനുഷ്യരുടെ സഹായത്തിനാകട്ടെ, അതല്ലെങ്കിൽ ദീനിന്റെ ചിലവിനു വേണ്ടിയാകട്ടെ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന് അവന്റെ അസ്തിത്വത്തിന് ഒരു ധനത്തിന്റെയും ആവശ്യമില്ല.
അവനു വേണ്ടി ചിലവ് ചെയ്യുക എന്നതിന്റെ അർത്ഥം തന്നെ അവന്റെ സൃഷ്ടികളുടെ പുരോഗതിക്കും അവന്റെ മതത്തിന്റെ മഹത്വത്തിനും വേണ്ടി ചിലവ് ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ചു പറയുന്നു, ഒരു ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയുകയാണ്, അല്ലയോ ആദമിന്റെ മകനെ, നീ നിന്റെ ധനം എന്റെ അടുത്തു സുരക്ഷിതമായി വെച്ചുകൊണ്ട് സമാധാനപ്പെടുക. അതിനൊരിക്കലും തീപിടിക്കുകയില്ല, ഒരിക്കലും അത് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയില്ല, ഏതെങ്കിലും കൊള്ളക്കാരൻ കൊള്ളയടിക്കുകയും ചെയ്യുകയില്ല. എന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ധനം നിനക്ക് തിരിച്ചു നൽകുന്നതാണ് എപ്പോഴാണോ നിനക്ക് അത് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. പ്രത്യക്ഷത്തിൽ നാം ഏതൊന്നാണോ ചിലവായി മനസ്സിലാക്കുന്നത്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചിലവ് ചെയ്യുന്നത്, അപ്പോൾ അള്ളാഹു പറയുകയാണ്, യഥാർത്ഥത്തിൽ അത് ചിലവല്ല, മറിച്ച് എന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി, എന്റെ ദീനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി നിങ്ങൾ ചിലവ് ചെയ്തത് അത് യഥാർത്ഥത്തിൽ ചിലവല്ല, മറിച്ച് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ സ്വരൂപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ ഇതിന്റെ ആവശ്യമായി വരുന്നത്, അപ്പോൾ അള്ളാഹു അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ വരുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖിയാമത്ത് നാളിൽ കണക്കെടുപ്പ് അവസാനിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചിലവ് ചെയ്ത ധനത്തിന്റെ തണലിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതോടൊപ്പം അവിടുന്ന് ഈ ഒരു നിബന്ധന കൂടി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിന് മോശമായ ധനം ഇഷ്ടമല്ല, തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം ഇഷ്ടമല്ല. പരിശുദ്ധമായ ധനം, പരിശുദ്ധമായ സമ്പാദ്യം, അധ്വാനിച്ച് സമ്പാദിച്ച ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുകയാണ് എങ്കിൽ അത് സ്വീകരിക്കപ്പെടും. ഈ കാര്യം നാം എല്ലായ്പ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. നമ്മുടെ ധനം എപ്പോഴും പരിശുദ്ധമായ ധനം ആയിരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഏതു വിധത്തിലാണ് പരിശ്രമിച്ചുകൊണ്ട്, അധ്വാനിച്ചുകൊണ്ട്, കേവലം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും സാമ്പത്തിക ആഹ്വാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചന്ത നൽകിയിരുന്നത്, പങ്കെടുത്തിരുന്നത്, ഭാഗവാക്കാകായിരുന്നത്, സദക്കകൾ നൽകിയിരുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം ഒരു റിവായത്തിൽ ഇപ്രകാരം ലഭിക്കുന്നു. ഹദ്റത്ത് അബൂ മൻസൂർ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും സദക്കയുടെയോ ധനത്യാഗത്തെയോ കുറിച്ച് ആഹ്വാനം ചെയ്യുമ്പോൾ ഞങ്ങളിൽ ചിലർ മാർക്കറ്റിൽ പോവുകയും അവിടെ പോയി അധ്വാനിക്കുകയും കൂലിവേല ചെയ്യുകയും അയാൾക്ക് കൂലിയായിക്കൊണ്ട് ഒരു മുദ്ദ് ലഭിക്കുകയാണ് എങ്കിൽ അതുപോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുമായിരുന്നു. മുദ്ദ് എന്ന് പറയുന്നത് ഒരു അളവാണ്, അത് ധാന്യം അളക്കുന്ന അളവാണ്. കിലോയിനേക്കാൾ കുറവ് തൂക്കമായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനോട് തുല്യമായതായിരിക്കും. ഏതായിരുന്നാലും ആ സഹാബി പറയുകയാണ്, ആ സമയത്ത് അവരുടെ അവസ്ഥ ഇതായിരുന്നു. അവര് മാർക്കറ്റിൽ പോകുമായിരുന്നു, ത്യാഗത്തിൽ ഭാഗവാക്കാകുന്നതിന് വേണ്ടി അധ്വാനിക്കുമായിരുന്നു. ഇപ്പോൾ അള്ളാഹു അവർക്ക് ഈ ലോകത്ത് നൽകിയിരിക്കുന്നത്, അവരിൽ ചിലരുടെ അവസ്ഥ ഇതാണ്, ഓരോ ലക്ഷം ദിർഹമോ ദിനാറോ അവരുടെ പക്കലുണ്ട്. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് റിവായത്തിൽ വരുന്നു, അവിടുന്ന് മുസ്ലിമായപ്പോൾ അങ്ങയുടെ പക്കൽ 40,000 അഷ്റഫി ഉണ്ടായിരുന്നു, ഒരുമിച്ച് കൂടിയതായി, മറ്റ് കച്ചവടങ്ങളും സമ്പത്തും കൂടാതെ. അദ്ദേഹം ഉദ്ദേശിച്ചു, ഈ ധനം മുഴുവനായിട്ടും ദീനിനു വേണ്ടി ചിലവ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം ചിലവ് ചെയ്തുകൊണ്ടേയിരുന്നു. ഹിജ്റത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ പക്കൽ കേവലം 500 അഷ്റഫി മാത്രമാണ് ബാക്കിയായി ഉണ്ടായിരുന്നത്. ഇന്ന് അഥവാ നമ്മൾ അതിനെ അനുമാനിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ അഷ്റഫി എന്ന് പറയുന്ന സ്വർണത്തിന്റെ അഷ്റഫി ആയിരുന്നു. വിലയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ 11-12 മില്യൺ പൗണ്ടിന് തുല്യമായിരിക്കും. അത് നമ്മുടെ മുഴുവൻ വഖഫ് ജദീദിന്റെയും
ബജറ്റിനേക്കാൾ കൂടുതലാണ്. ഇതായിരുന്നു സഹാബാക്കളുടേത്. ആരുടെ പക്കലാണോ ഒന്നും ഇല്ലാതിരുന്നത്, അവരും അധ്വാനിച്ചുകൊണ്ട് അത് ഏതാനും പെനോ, ഏതാനും സെന്റോ, ഏതാനും രൂപയോ ആകട്ടെ അത് നൽകാൻ വേണ്ടി ശ്രമിച്ചു. ആരുടെ കയ്യിലാണോ ഉണ്ടായിരുന്നത് അവർ അവരുടെ ഞെരുക്കത്തിന്റെ അവസ്ഥയെ ഒരിക്കലും വിലവെച്ചില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിസ്വാർത്ഥമായ നിലയിൽ ചെലവ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ സഹാബാക്കളിൽ നമ്മൾ കാണുന്നു ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ത്യാഗം. അതിന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നു. അങ്ങേയറ്റത്തെ ത്യാഗം അവിടുന്ന് ചെയ്യുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം എപ്പോഴാണോ ആഹ്വാനം ചെയ്തത്, അതേപോലെ തന്നെ ഹദ്റത്ത് ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഹദ്റത്ത് ഉമ്മെ നാസിറിന്റെ പിതാവായിരുന്നു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തെ കുറിച്ച് കേട്ടപ്പോൾ ഉടനെ പറയുകയുണ്ടായി, ഇത്രയും വലിയ വാദം ഉന്നയിക്കുന്ന ആൾ ഒരിക്കലും തന്നെ വ്യാജവാദിയായിരിക്കുകയില്ല. ഉടനെ തന്നെ ബൈഅത്ത് ചെയ്തു. പിന്നീട് ധനത്യാഗത്തിൽ മുൻപന്തിയിലായിരുന്നു. ജോലിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടറായിരുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ വിശാലമായ അവസ്ഥയായിരുന്നു. നല്ല സമ്പാദ്യം ഉണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹത്തെ തന്റെ 12 ഹവാരിമാരുടെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ത്യാഗം ഇത്രമാത്രം വളർന്നു കഴിഞ്ഞിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം അങ്ങേക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി, അവിടുന്ന് ജമാഅത്തിന് വേണ്ടി ഇത്രമാത്രം ധനത്യാഗം ചെയ്തിരിക്കുന്നു, ഭാവിയിൽ ത്യാഗം ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. ഏതായിരുന്നാലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ആളുകൾ ത്യാഗം ചെയ്തിരുന്നു. എന്നാൽ ഇതിനർത്ഥം അവര് ത്യാഗം ഉപേക്ഷിച്ചു എന്നല്ല, മറിച്ച് ത്യാഗം ചെയ്തുകൊണ്ടേ ഇരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഗുരുദാസ്പൂരിലെ കേസ് നടക്കുന്ന സമയത്ത്, ആ സമയത്ത് സഹോദരന്മാരോട് ഈ ആഹ്വാനം ചെയ്യുകയുണ്ടായി, ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ലങ്കർഖാനയുടെ ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ താമസിക്കുന്നത് കാരണം ഗുരുദാസ്പൂരിൽ ലങ്കർ നടന്നുകൊണ്ടിരിക്കുന്നു, കാദിയാനിലും ലങ്കർ നടന്നുകൊണ്ടിരിക്കുന്നു. 2 സ്ഥലത്തും ലങ്കർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുന്ന് ഇതിന് ആഹ്വാനം ചെയ്തപ്പോൾ ആ സമയത്ത് ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിന് അവിചാരിതമായി ആ ദിവസമാണ് ശമ്പളം ലഭിച്ചിരുന്നത് എന്നാണോ അദ്ദേഹത്തിന് ഈ ആഹ്വാനത്തെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അങ്ങനെ അദ്ദേഹം തന്റെ മുഴുവൻ ശമ്പളവും, ആ സമയത്ത് 450 രൂപയായിരുന്നു, ഇന്നത്തെ അവസ്ഥയിൽ വലിയ ലക്ഷക്കണക്കിന് രൂപക്ക് തുല്യമായിട്ടുള്ളതാണ്, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുകയുണ്ടായി. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഏതൊരു സുഹൃത്ത് പറഞ്ഞു, തങ്ങളുടെ വീട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയും എന്തെങ്കിലും വെക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ മസീഹ് പറയുന്നു ദീനിന് ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ പിന്നെ വേറെ ആർക്ക് എന്തു വെക്കാനാണ്? ദീനിന് ആവശ്യമുണ്ട് എങ്കിൽ ദീനിന് വേണ്ടി ഇതെല്ലാം പോകുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ സ്നേഹത്തോടുകൂടി തന്റെ ചില ദരിദ്രരായ അഹമ്മദികളെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്, അവരുടെ ത്യാഗത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിന്റെ സ്നേഹവും ഇഖ്ലാസും കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു. അവരിൽ അങ്ങേയറ്റം ജീവിത സാഹചര്യമുള്ള ആളുകൾ, ഉദാഹരണമായി മിയാ ജമാലുദ്ദീൻ, ഖൈറുദ്ദീൻ, ഇമാമുദ്ദീൻ കശ്മീരി, അവർ എന്റെ ഗ്രാമത്തിനടുത്ത് താമസിക്കുന്നവരാണ്. 3 പേരും ദരിദ്ര സഹോദരന്മാരാണ്. ഒരുപക്ഷെ 3 അണക്കോ 4 അണക്കോ ദിവസം കൂലിവേല ചെയ്യുന്നവരാണ്. എന്നാൽ വളരെ ആവേശത്തോടുകൂടി മാസചന്തയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. സ്ഥിരമായി അവർ ചന്ത നൽകുന്നു. അവിടുന്ന് പറയുകയുണ്ടായി, ഇവരുടെ സുഹൃത്ത് മിയാ അബ്ദുൽ അസീസ് പട്ടുവാരിയുടെ ഇഖ്ലാസും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങേയറ്റം ചെറിയ ജീവിത സ്രോതസ്സായിരുന്നിട്ട് ഒരു ദിവസം 100 രൂപ നൽകുകയുണ്ടായി.
എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് പറയുകയാണ്, ഒരുപക്ഷെ 600 രൂപ ആ ദരിദ്രനായ സഹോദരൻ അനേകം വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ചതായിരിക്കാം. എന്നാൽ ദൈവീകമായ ആവേശം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യണം എന്നുള്ള ആവേശം ഉണ്ടാക്കുകയുണ്ടായി. ഈ പരമ്പര, ധനത്യാഗത്തിന്റെ പരമ്പര, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബാക്കളുടെ സംഭവം ഞാൻ വിവരിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 1-2 സംഭവങ്ങൾ ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. ഈ പരമ്പര ത്യാഗത്തിന്റേത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടുള്ളതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ഇത് കാണാൻ സാധിക്കുന്നു. അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന് ഈ ത്യാഗത്തിന്റെ ഈ ഗ്രാഹ്യം നൽകിയിരിക്കുന്നു. ഏതുപോലെ ഞാൻ പറയുകയുണ്ടായി, ലോകത്ത് മറ്റാർക്കും തന്നെ അത് നൽകിയിട്ടില്ല. അതിന്റെ അനേകം ഉദാഹരണങ്ങൾ നാം ഓരോ വർഷവും കാണുന്നു. ഇന്ന് നമ്മുടെ രീതി അനുസരിച്ച് ജനുവരിയുടെ ആദ്യത്തെ ഖുതുബയിൽ വഖഫെ ജദീദിന്റെ പുതുവർഷ വിളംബരമാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വഖഫെ ജദീദിൽ ധനത്യാഗം ചെയ്ത ചിലരുടെ ഈമാൻ വർദ്ധക സംഭവങ്ങൾ ഞാൻ വിവരിക്കുന്നതാണ്. എപ്രകാരമാണ് അള്ളാഹു അവരുടെ ത്യാഗങ്ങളുടെ ഫലമായി അവർക്ക് ഈ ലോകത്ത് അനുഗ്രഹം നൽകുന്നത്. അത് അവരുടെ ഈമാന്റെ ദൃഢീകരണത്തിനും കാരണമായി മാറുന്നു. ധനത്യാഗം എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ആളുകൾ ചെയ്യുന്നത്, ആ മാതൃക അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. സഹാബാക്കളുടെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അവർ ധനത്യാഗത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ മാർക്കറ്റിൽ പോവുകയും നിസ്സാരമായ കൂലി ലഭിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള മാതൃകകൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നു. ബോർക്കിനോ ഫാസോയിലെ അമീർ സാഹിബ് എഴുതുന്നു, അവിടെ ഗവൺമെന്റ് ഫൈബർ ഒപ്റ്റിക് ഭൂമിയിൽ വിരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ജമാഅത്തിലെ ഖാദിമീങ്ങൾ അവിടുത്തെ കരാറുകാരുമായി സംസാരിച്ച് അവർക്ക് 1 കിലോമീറ്റർ കുഴിക്കാനുള്ള ആവശ്യപ്പെടുകയുണ്ട്. അങ്ങനെ ലഭിച്ചപ്പോൾ ജമാഅത്തിലെ ഖാദിമീങ്ങൾ ഒരുമിച്ചുകൊണ്ട് കുഴി കുഴിക്കുകയും അത് മുഖേന ലഭിച്ച 1 മില്യൺ ഫ്രാങ്ക് സീഫ, ഏകദേശം അത് 1250 പൗണ്ട് വരും, വഖഫെ ജദീദ് ചന്തയായി നൽകുകയുണ്ടായി. ഈ ഒരു ആവേശം, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് അഹമ്മദിയ ജമാഅത്തിലല്ലാതെ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു ഏതു വിധത്തിലാണ് യുവാക്കളിലും കുട്ടികളിലും ചന്തയുടെ അനുഗ്രഹം കൊണ്ട് ഈമാനിക ദൃഢത ഉണ്ടാക്കുന്നത്. ഇതിനൊരു ഉദാഹരണം ബൻഫൂറ റീജനിലെ ബൊക്കീനോ ഫാസോയിലെ ജമാഅത്താണ്. അവിടുത്തെ ഒരു മെമ്പർ തന്റെ സംഭവം വിവരിക്കുകയാണ്. പറയുന്നു, ഞാനൊരു യാത്രക്ക് പോവുകയായിരുന്നു. വഖഫെ ജദീദിന്റെ വർഷം അവസാനിക്കാൻ പോവുകയായിരുന്നു. മറുഭാഗത്ത് വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോകുന്നതിനു മുമ്പ് കുട്ടികളോട് പറയുകയുണ്ടായി, വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിൽ നിന്ന് 10-1 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് ചന്ത നൽകണം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ യാത്ര പുറപ്പെട്ടു. പിന്നീട് കുട്ടികൾ മുഴുവൻ വിളവും ധാന്യവും വീട്ടിൽ കൊണ്ടുവന്നു. ചന്ത നൽകിയില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണുകയുണ്ടായി. ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചു, മുഴുവൻ ധാന്യവും വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, മുഴുവൻ ധാന്യവും വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക, എന്നിട്ട് ചന്തയുടെ ഭാഗം മാറ്റിവെക്കുക. അങ്ങനെ കുട്ടികൾ ആ മുഴുവൻ ധാന്യവും വീട്ടിൽ നിന്ന് പുറത്ത് എടുക്കുകയും ചന്തയുടെ ധാന്യം മാറ്റിവെച്ചുകൊണ്ട് വീട്ടിൽ ബാക്കി വെക്കുകയും ചെയ്തപ്പോൾ പറയുന്നു, അപ്പോൾ അതിലൊരു കുറവും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഇത് കണ്ട് അത്ഭുതപ്പെടുകയുണ്ടായി. ചന്ത മാറ്റിവെച്ചിട്ടും ധാന്യം അത്ര തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ പറയുന്നു, ഞാൻ അവരോട് പറയുകയുണ്ടായി, ഇത് അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അവന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്നത് കൊണ്ട് ധനം കുറയുകയില്ല, മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഈമാൻ. ഇവർ 1000 മൈൽ ദൂരത്താണ് താമസിക്കുന്നത്.
ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവർ വിശ്വസിച്ചു, ഇവർ അംഗീകരിച്ചു, യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി തീർന്നു. ചന്തയുടെ ബർക്കത്ത് കൊണ്ട് പ്രയാസകരമായ അവസ്ഥ ദൂരീകരിക്കപ്പെട്ടതും ഈമാൻ ദൃഢീകരിക്കപ്പെട്ടതുമായ സംഭവം ഐവറി കോസ്റ്റിലെ ജമാഅത്താണ്. ലക്കിംഗോ അവിടെ ബന്ധപ്പെട്ട ഒരു അഹമ്മദി സുഹൃത്ത് പറയുകയാണ്, യാക്കൂബ് സാഹിബ്, ഞാൻ കുറെ കാലമായി അഹമ്മദിയായിരുന്നു, എന്നാൽ ചന്ത വ്യവസ്ഥിതിയിൽ അംഗമായിരുന്നില്ല. ആദ്യം എന്റെ ജീവിതം പ്രയാസങ്ങൾ കൊണ്ട് വളയപ്പെട്ടതായിരുന്നു. ചിലപ്പോൾ കുട്ടികൾ രോഗിയാകുമായിരുന്നു, ചിലപ്പോൾ വിളവ് നഷ്ടമുണ്ടാകും. എന്നാൽ 3 വർഷമായി ഞാൻ വഖഫെ ജദീദ് ചന്ത വ്യവസ്ഥിതിയിൽ അംഗമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ഥായിയായ അംഗമായതുകൊണ്ട് അള്ളാഹു അനുഗ്രഹം നൽകുകയുണ്ടായി. എന്റെ കുട്ടികൾ മുമ്പത്തേക്കാൾ ആരോഗ്യമുള്ളവരാണ്, വിളവും ഇപ്പോൾ കൂടുതലായി ഉണ്ടാകുന്നു. നവാഹ്മദികളിലും ത്യാഗത്തിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഏതു വിധത്തിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഐവറി കോസ്റ്റിലെ ഒരു സുഹൃത്ത് സഹൂർ സാഹിബ് കുറച്ചു കാലം മുമ്പ് ക്രിസ്തു മതത്തിൽ നിന്ന് അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തൗഫീക്ക് ലഭിച്ച ആളാണ്. തന്റെ നഗരത്തിൽ അദ്ദേഹം ഏക അഹമ്മദിയാണ്. സ്ഥിരമായി ഖുതുബകൾ കേൾക്കാറുണ്ട്, ഒരുപാട് ജമാഅത്തി പരിപാടികളും കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. വളരെ ഇഖ്ലാസ് അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹം വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഈമാനിലും ഇഖ്ലാസിലും. ബൈഅത്തിന് ശേഷം ഫ്രഞ്ച് ഭാഷയിൽ ഉള്ള ജമാഅത്തിന്റെ ലിറ്ററേച്ചറുകൾ വായിക്കുകയുണ്ടായി. ഇപ്പോൾ നല്ല ഒരു ദാഇ ഇലല്ലാഹും ആണ്, തബ്ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം തന്റെ ഗ്രാമം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജമാഅത്തിന്റെ സെന്ററിന്റെ അടുത്ത് താമസിക്കാൻ തുടങ്ങി, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ജോലി ഉണ്ടായിരുന്നില്ല, സ്ഥലം ഉപേക്ഷിച്ചു, ജോലി ഉണ്ടായിരുന്നില്ല, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കുറച്ച് സമ്പാദിച്ചു കൊണ്ടിരുന്നു, അതുകൊണ്ടാണ് വീട്ടിലെ ചിലവുകൾ നടന്നുപോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ചന്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഠിനമായ അവസ്ഥയായിരുന്നിട്ടും 5000 ഫ്രാങ്ക് സിഫ ചന്തയായി നൽകുകയുണ്ടായി. ഇദ്ദേഹം പറഞ്ഞു, ഇത് എന്റെയും എന്റെ ഫാമിലിയുടെയും ചന്തയാണ്, എന്റെ അവസ്ഥ മോശമാണ്, എന്നിരുന്നാലും ചന്തയുടെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചന്ത നൽകുന്നവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഏതു വിധത്തിലാണ് സമാധാനം ലഭിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐവറി കോസ്റ്റിലെ നമ്മുടെ ഒരു മുബല്ലിഗ് എഴുതുന്നു, ബന്ദൂഖ് നഗരം ഐവറി കോസ്റ്റിലെ മുസ്ലിങ്ങളുടെ കേന്ദ്രമായിട്ടാണ് മനസ്സിലാക്കുന്നത്, മൗലവിമാരുടെ കേന്ദ്രമാണ്. അവിടെ ഒരു അനുഭാവി അബ്ദുറഹ്മാൻ സാഹിബ് ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിന് ജമാഅത്തിന് പരിചയപ്പെടാൻ സാധിച്ച ഒരു പോംഫ്ലെറ്റ് മുഖേനയായിരുന്നു. അദ്ദേഹം വിവരിക്കുകയാണ്, ഞാൻ 4 വർഷം മുമ്പ് കുടുംബസമേതം ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. എന്നാൽ എന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ജമാഅത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ, മിഷൻ ഹൗസിൽ വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ബൈഅത്ത് ചെയ്തു. പറയുന്നു, ഞാൻ ബൈഅത്ത് ചെയ്തപ്പോൾ അത് ഡിസംബർ മാസമായിരുന്നു. മുബല്ലിഗ് സാഹിബ് ചന്ത വഖഫെ ജദീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു, ചന്ത നൽകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്റെ പോക്കറ്റിൽ 2000 ഫ്രാങ്ക് സിഫ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1000 ഞാൻ അപ്പോൾ തന്നെ വഖഫെ ജദീദ് ചന്തയായി നൽകുകയുണ്ടായി. പറയുന്നു, അൽഹംദുലില്ലാ, അന്നു മുതൽ അള്ളാഹു എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. അള്ളാഹു എന്റെ ജോലിയിൽ അനുഗ്രഹം ചൊരിഞ്ഞു. ഞാൻ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഓഫീസർമാരടക്കം എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു. ഇപ്പോൾ എന്റെ ജോലി ഇത്രമാത്രം അനുഗ്രഹമുണ്ട്, വളരെ സുഖമായ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ബൈഅത്ത് ചെയ്തതിനു ശേഷം ആദ്യത്തെ ദിവസം മുതൽ തന്നെ ചന്തയുടെ സ്ഥായിയായ ഭാഗമായി മാറിയിരിക്കുന്നു. തൻസാനിയയിലെ ഒരു ഗ്രാമത്തിലെ ഒരു നവാഹ്മദിയുടെ ഉദാഹരണമാണ് ജനി പോലോ സാഹിബ് വിവരിക്കുന്നു. ഷിറ്റുംബ എന്നാണ് ഗ്രാമത്തിന്റെ പേര്.
ചന്ത നൽകുന്ന കാര്യത്തിൽ ഞാൻ വളരെ പിശുക്ക് കാണിക്കുമായിരുന്നു. പറയുന്നു, എന്നെ ചന്തയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറയുമായിരുന്നു. പറയുന്നു, ഞാൻ കൽക്കരി തയ്യാറാക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. എന്റെ ധനപരമായ അവസ്ഥയും നല്ല നിലയിലായിരുന്നില്ല. അതുകൊണ്ടുകൂടി ചന്ത നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്നതിന്റെ വിഷയം എനിക്ക് മനസ്സിലായപ്പോൾ എന്റെ ജീവിതം തന്നെ മാറിമറിയുകയുണ്ടായി. ഈ വർഷം ഞാൻ വിളവ് നട്ടപ്പോൾ ആദ്യം അതിൽ നിന്ന് 8-10 ചാക്കുകളാണ് ലഭിച്ചിരുന്നത്. പക്ഷെ അതേ പാടത്ത് നിന്ന് ഇപ്പോൾ 56 ചാക്ക് ധാന്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്നതിന്റെ ഫലമാണ്. ഞാൻ ചന്ത നൽകാൻ തുടങ്ങിയതു മുതൽ എന്റെ ജീവിതം തന്നെ മാറിമറിയുകയുണ്ടായി. എന്റെ ധനപരമായ അവസ്ഥ മെച്ചപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഞാൻ 6 റൂമുകളുള്ള പുതിയ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വീട് നിർമ്മിക്കാനുള്ള കാരണം ജമാഅത്തിന്റെ അതിഥികൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഗ്രാമത്തിൽ വരുമ്പോൾ എന്റെ വീട്ടിൽ താമസിക്കുകയും എനിക്ക് ആതിഥേയത്വത്തിനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടി. തന്റെ വീട് നിർമ്മിക്കുന്നതിനുള്ള ഈ ചിലവും അതിലും അദ്ദേഹം അള്ളാഹുവിന്റെ പ്രീതിക്കാണ് മുൻഗണന വെച്ചിരിക്കുന്നത്. ദീനിനാണ് അദ്ദേഹം മുൻഗണന നൽകിയിരിക്കുന്നത്. മാലിയിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു ദിവസം ഞങ്ങളുടെ മിഷൻ ഹൗസിൽ ഒരു സുഹൃത്ത് അബ്ദുറഹ്മാൻ സാഹിബ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ബൈഅത്ത് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, എന്റെ പിതാമഹൻ ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇമാം മഹദി അലൈഹി ഇസ്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഒരു അടയാളമായി അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഇമാം മഹദിയുടെ പിന്തുടർച്ചക്കാർ ദീനിന്റെ പ്രചാരണത്തിനായി ധനത്യാഗത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ റേഡിയോ ഞാൻ കേട്ടപ്പോൾ അത് ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു എന്നുള്ള വിളംബരമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഖലീഫത്തുൽ മസീന്റെ ഖുത്ബകളും കേട്ടു. അതിൽ ധനത്യാഗത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ദൃഢവിശ്വാസം ഉണ്ടായി, ഇത് തന്നെയാണ് ഇമാം മഹദി. ആരെക്കുറിച്ചാണോ ഞങ്ങളുടെ പിതാമഹൻ ഞങ്ങൾക്ക് അറിയിപ്പ് നൽകിയിരുന്നത്, അതുകൊണ്ട് ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്യുകയും ചന്തയും നൽകിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥിതിയിൽ അംഗവും ആണ്. ദാരിദ്ര്യത്തിന്റെ പാരമ്യത്തിലെത്തിയ ആളുകൾ അവരും ധനത്യാഗം ചെയ്യുന്നു. പിന്നീട് അള്ളാഹും അവർക്ക് അത്ഭുതകരമായ രീതിയിൽ നൽകുന്നു. അവരുടെ ഈമാനെ ദൃഢീകരിക്കുന്നു. ഗാംബിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു വനിത ഫാത്തിമ ജഹലു സാഹിബ, അവരുടെ പ്രായം 49 വയസ്സാണ്. നമീന വെസ്റ്റിൽ ഗൂംബ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. വഖഫെ ജദീദ് ചന്തയെ കുറിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്റെ കയ്യിൽ പണം ഇല്ല. എന്നാൽ എന്റെ കൂട്ടുകാരി കുറച്ചു ദിവസം മുമ്പ് എനിക്ക് സമ്മാനമായി ഒരു കോഴിയെ നൽകിയിട്ടുണ്ട്. ഇത് കാദിയാനിൽ ഒരു സ്ത്രീ ഹദ്റത്ത് മുസ്ലിം മൗഊദിന്റെ അടുത്ത് കോഴിമുട്ട കൊണ്ടുവന്നതുപോലുള്ള സംഭവമാണ്. ജമാഅത്ത് അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അത് വഖഫെ ജദീദിന്റെ ചന്തയായി നൽകാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരു ചന്തയായിക്കൊണ്ട് കോഴിയെ നൽകുകയുണ്ടായി. ചന്ത നൽകിയതിനു ശേഷം പറഞ്ഞു, ഞാൻ എന്റെ പിതൃവ്യന്റെ കാര്യത്തിൽ വളരെ പ്രയാസത്തിലാണ്. അദ്ദേഹമാണ് വീടിന്റെ മേൽനോട്ടക്കാരനായിട്ടുള്ളത്. 4 മാസം മുമ്പ് സമാധാന ഭംഗമുണ്ടാക്കുന്ന കാര്യത്തിൽ സെനഗലിൽ അദ്ദേഹത്തിന് 4 മാസത്തെ ശിക്ഷ നൽകിയിരിക്കുകയാണ്. ജയിലിലാണുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഹുസൂറിന് കത്തെഴുതുക. എനിക്ക് കത്തും എഴുതുകയുണ്ടായി. അതോടൊപ്പം തന്നെ പറയുന്നു, ചന്തയും നൽകുകയുണ്ടായി. ചന്തയുടെ അനുഗ്രഹം കൊണ്ട് 2 മാസത്തിന് ശേഷം അവർക്ക് വാർത്ത ലഭിക്കുകയുണ്ടായി. അവരുടെ പിതൃവ്യനെ ഗവൺമെന്റ് മാപ്പാക്കി നൽകി. അദ്ദേഹത്തിന്റെ മോചനത്തെക്കുറിച്ച് കേട്ടവരെല്ലാവരും തന്നെ പറഞ്ഞു, ഇതൊരു മുഅ്ജിസത്താണ്. അതല്ല എങ്കിൽ ഈ കേസിൽ ഒരു മോചനം എന്ന് പറയുന്നത് അസാധ്യമാണ്. ഈ വനിതയുടെ പിതൃവ്യൻ ഇബ്രാഹിം ജഹലു സാഹിബ്, അദ്ദേഹത്തിന് ഈ സംഭവം അറിയാൻ സാധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവര് ചന്ത നൽകിയിരുന്നു, ദുആക്ക് വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് മോചനം ഉണ്ടായത്. ഇതിൽ ഇത്രമാത്രം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹവും
അഹമ്മദിയത്ത് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഫാത്തിമ സാഹിബ സ്ഥിരമായി ചന്ത നൽകിക്കൊണ്ടിരിക്കുന്നു, തബ്ലീഗും ചെയ്യുന്നു. ആളുകളോട് പറയുന്നു, ചന്തയുടെ അനുഗ്രഹം അവരുടെ പിതൃവ്യനെ മോചിപ്പിക്കുകയുണ്ടായി. അതിന്റെ അടയാളമാണ്. കേവലം ആഫ്രിക്കയിൽ മാത്രമല്ല, അഹമ്മദികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇഖ്ലാസിൽ ഈ പുരോഗമന രാജ്യങ്ങളിലും ഈമാന്റെയും ഇഖ്ലാസിന്റെയും മാതൃക കാണിക്കുന്നു. ഓസ്ട്രേലിയയിലെ മുബല്ലിഗ് സയ്യദ് വദൂദ് അഹമ്മദ് സാഹിബ് എഴുതുന്നു, മെൽബണിൽ ഒരു ഖാദിം, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വിദ്യ അഭ്യസിക്കുകയാണ്. വാഗ്ദാനം അനുസരിച്ച് വഖഫെ ജദീദിന് ചന്ത നൽകിയിരുന്നു. എന്നാൽ ജുമായിൽ ധനത്യാഗത്തിലേക്ക് വീണ്ടും ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ആ ഖാദിം കൂടുതലായി $550 വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അത് നൽകുകയും ചെയ്തു. ഈ ഖാദിം വിദ്യാഭ്യാസത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ്. എല്ലാ 15 ദിവസത്തിനു ശേഷവും അദ്ദേഹത്തിന് $530 ലഭിക്കുന്നത്. എന്നാൽ ഈ ആഴ്ച പറയുന്നു അദ്ദേഹത്തിന് $1232 ലഭിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു, ഇത് കേവലം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്തതിന്റെ ഫലമാണ്. അതേപോലെ അമീർ സാഹിബ് ഫിജി നസർബാംഗ ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു യുവാവ് അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നു, വളരെ മുഖ്ലിസാണ്, സെക്രട്ടറിമാരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചന്ത നൽകാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വളരെയധികം അനുഗ്രഹം ചൊരിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എല്ലാം തന്നെ ധനത്യാഗത്തിന്റെ ഫലമായിട്ടാണ്. അതല്ല എങ്കിൽ ഞങ്ങളുടെ കടം ഒരിക്കലും തീരുമായിരുന്നില്ല. അതുപോലെ തന്നെ ബെനീൻ റീജണിലെ ഒരു പഴയ ജമാഅത്ത്, അവിടുത്തെ മുഅല്ലിം ഹമീദ് സാഹിബ് എഴുതുന്നു, ഇവിടുത്തെ ലോക്കൽ ആളുകൾ കൂടുതലായി കൃഷി ചെയ്യുന്നവരാണ്. അവര് പരുത്തി കൃഷിയാണ് നടത്തുന്നത്. ഈ വർഷം കൃഷിക്കാർ കപ്പാസ് ഒരുമിച്ച് കൂട്ടി ഗ്രാമത്തിൽ വെക്കുകയുണ്ടായി. എന്നാൽ പെട്ടെന്ന് തീ പിടിക്കുകയുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ പരുത്തി കത്തി നശിക്കുകയുണ്ടായി. എന്നാൽ രക്ഷപ്പെട്ടത് ജമാഅത്തിന്റെ മുഖ്ലിസായ ഒരു മെമ്പറുടേത് മാത്രമായിരുന്നു. ആളുകൾ പറയാൻ തുടങ്ങി, അള്ളാഹു താങ്കളുടെ പരുത്തിയെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്റെ ധനത്തെ രക്ഷപ്പെടുത്തിയത് ഞാൻ അഹമ്മദിയാണ് എന്നതുകൊണ്ടും എല്ലാ മാസവും ചന്ത നൽകുന്നതും കൊണ്ടാണ് എന്ന് ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു. കോങ്കോ ബ്രസീൽ നിന്നുള്ള മുബല്ലിഗ് എഴുതുന്നു, ഒരു വനിത മദാം ആയിഷ സാഹിബ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഒരു ദിവസം അവർ തന്റെ മകനോടൊപ്പം മിഷൻ ഹൗസിൽ വന്നു. വളരെയധികം ധനപരമായ പ്രയാസത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനുള്ള കാരണം, ഒന്നാമതായി ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ചെലവിനൊന്നും ലഭിക്കുന്നില്ല. മറുഭാഗത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ടീച്ചറായിക്കൊണ്ട് ലഭിക്കുന്ന വേതനം അതും പകുതിയാണ് ലഭിക്കുന്നത്. കടം മുമ്പ് വാങ്ങിയിരുന്നു, അത് കഴിച്ച് ബാക്കി പകുതിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവും ഒന്നും നൽകുന്നില്ല. ഇവരുടെ സാമ്പത്തിക പ്രയാസം കേട്ടുകൊണ്ട് പറഞ്ഞു, ഒന്നാമതായി എനിക്ക് കത്തെഴുതാൻ വേണ്ടി പറഞ്ഞു, ദുആക്ക് വേണ്ടി കത്തെഴുതുക. മറ്റൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുത്തു, ചന്ത താങ്കൾ സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുക, എത്രയാണോ സാധിക്കുന്നത്. പറയുന്നു, അവര് ഉടനെ തന്നെ കത്ത് എഴുതി ചന്ത നൽകാൻ തുടങ്ങി. സ്ഥിരമായിക്കൊണ്ട് തന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ചന്ത നൽകാൻ തുടങ്ങി. പറയുന്നു, കുറച്ചു ദിവസം മാത്രം കഴിഞ്ഞപ്പോൾ ഭർത്താവ് സ്വയം വീടിന്റെ വാടകയും കുട്ടിയുടെ സ്കൂൾ ഫീസും നൽകാൻ തുടങ്ങി. മറുഭാഗത്ത് അവരുടെ മൂത്ത സഹോദരി, അവര് പിതാവിന്റെ മുഴുവൻ സമ്പത്തും പിടിച്ചടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവർ ആദ്യമായി 1,00,000 ഫ്രാങ്ക് സിഫ സഹോദരിക്ക് നൽകുകയുണ്ടായി. ഈ അഹമ്മദി വനിത ഫോണിലൂടെ അറിയിക്കുകയുണ്ടായി, ചന്തയുടെ ബർക്കത്ത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. മിഷൻ ഹൗസിൽ വന്നുകൊണ്ട് കൂടുതൽ 10,000 ഫ്രാങ്ക് സിഫ ചന്തയായി നൽകുകയുണ്ടായി. സദർ ലജ്ന കാനഡ എഴുതുന്നു, യൂണിവേഴ്സിറ്റിയിലെ ഒരു പെൺകുട്ടി പറയുകയുണ്ടായി, ഒരു ദിവസം ലോക്കൽ സെക്രട്ടറി വഖഫ് ജദീദ് പറഞ്ഞു, ചന്ത വഖഫ് നൽകുക.
അള്ളാഹു ഇത് മുഖേന താങ്കളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതായിരിക്കും. ആ കുട്ടി പറഞ്ഞു, ആ സമയത്ത് എന്റെ കയ്യിൽ വെറും $50 ഉണ്ടായിരുന്നത്. ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയായിരുന്നു. എന്നാൽ ഞാനത് ചന്ത വഖഫ് ജദീദായി നൽകി. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ധനം നൽകിയതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് $800 സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. അള്ളാഹു എന്റെ ത്യാഗത്തെക്കാൾ കൂടുതലായി എനിക്ക് നൽകുകയുണ്ടായി. മിസ്രിലെ നമ്മുടെ ഒരു അഹമ്മദി അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നു, ഇദ്ദേഹം ഏകദേശം ജൂണിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ ജുമാ ദിവസം എന്റെ അടുത്ത് കേവലം 100 മിസ്രി പൗണ്ടാണ് ഉണ്ടായിരുന്നതിൽ 50 പൗണ്ട് ഞാൻ ജമാഅത്തിന് നൽകുകയും 50 പൗണ്ട് എന്റെ ആവശ്യങ്ങൾക്കും ചിലവുകൾക്കും വേണ്ടി വെച്ചു. ഞാൻ വീട്ടിൽ നിന്ന് വളരെ ദൂരത്തിലാണ് താമസിക്കുന്നത്. അവിടെ അള്ളാഹു അല്ലാതെ എന്റെ കൂടെ മറ്റാരുമില്ല. അടുത്ത ദിവസം പെട്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു, എന്റെ മാസ ശമ്പളം സാധാരണ അത് വൈകിയാണ് വരുന്നത്, അത് പെട്ടെന്ന് വന്നിരിക്കുന്നു. ആ ദിവസം തന്നെ ഞാൻ അത് സ്വീകരിക്കേണ്ടതാണ്. ഞാൻ 2 ദിവസങ്ങൾക്ക് ശേഷം ചെന്നു. അപ്പോൾ ഞാൻ എന്താണ് കാണുന്നത്? ഗവൺമെന്റ് ശമ്പളത്തിൽ 60% വർധന വരുത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശം ഇപ്പോൾ അടുത്ത ജുമായിൽ ഇതിന്റെ പകുതി കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകണം എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്താലും അള്ളാഹു കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊന്ന് ഇന്ത്യയിലേതാണ്. നമ്മുടെ ഇൻസ്പെക്ടർ സാഹിബ് സലീം ഖാൻ സാഹിബ് എഴുതുന്നു, ഗുജറാത്തിലെ ഒരു ജമാഅത്തിൽ പര്യടനത്തിന് പോയി. അപ്പോൾ അവിടുത്തെ ഒരു സഹോദരനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, 1 മണിക്കൂറിനുള്ളിൽ താങ്കളുടെ അടുത്തേക്ക് ഞങ്ങൾ വരികയാണ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ 1-2 ആളുകൾ വന്നു. അവർ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ റെഫ്രിജറേറ്റർ എടുത്തുകൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്താണ് ഈ കാര്യം, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ വരുന്നു എന്ന്. ഞങ്ങളുടെ കയ്യിൽ പണം ഒന്നും ഇല്ല. വീട്ടിൽ ഒരു റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നു, ഞാനത് വിറ്റു. പറയുന്നു, ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് സാധ്യമല്ല. ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും കേന്ദ്രത്തിൽ നിന്നൊരു പ്രതിനിധി വരികയും ഞങ്ങൾ അവരെ വെറും കൈയോടെ വിടുകയും ചെയ്യുക അത് ശരിയല്ല. റെഫ്രിജറേറ്റർ അത് പിന്നീട് വരുന്നതായിരിക്കും. അള്ളാഹു അവരുടെ ധനത്തിൽ അനുഗ്രഹം ചൊരിയുമാറട്ടെ. അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത്, മേസ്തിരിയുടെ ജോലിയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രമാത്രം പ്രയാസമുണ്ടായിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇൻസ്പെക്ടർ വഖഫ് ജദീദ് മുനവർ സാഹിബ് എഴുതുന്നു, ജമാഅത്ത് സാന്തൻ യുപിയിൽ പര്യടനം നടത്തുമ്പോൾ ഒരു സുഹൃത്തിന്റെ അടുത്ത് ചന്ത വഖഫ് ജദീദ് സ്വീകരിക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹം തന്റെ പ്രയാസം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ അവസ്ഥ ശരിയല്ല, നിങ്ങൾ നാളെ രാവിലെ വരിക, അപ്പോൾ നോക്കാം. അടുത്ത ദിവസം വീണ്ടും അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണത്തിനുള്ള സംവിധാനം ഒരുക്കാൻ സാധിച്ചില്ല. അവരുടെ മകൾ, കുട്ടികൾ നോക്കുക, ധനത്യാഗത്തിന് ഏത് വിധത്തിലുള്ള ആത്മാവാണുള്ളത്. ചെറിയ കുട്ടി ഇത് അടുത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ പിതാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, താങ്കൾ എന്നോട് വാഗ്ദാനം ചെയ്തിരുന്നു, തണുപ്പ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, തണുപ്പിൽ ഷൂ വാങ്ങാൻ വേണ്ടി എനിക്ക് പണം തരും എന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി വെച്ച പണം അത് എനിക്ക് നൽകിയാലും. കുട്ടി ശാഠ്യം പിടിച്ച് പിതാവിൽ നിന്ന് തുക വാങ്ങി അത് മുഴുവൻ വഖഫ് ജദീദ് ചന്തയായി നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഷൂ ഇനിയും ലഭിക്കുന്നതായിരിക്കും, എനിക്ക് ചന്ത നൽകണം. ഏതായാലും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അത്തരം ആളുകളുടെ അവസ്ഥ നിങ്ങൾ പരിഗണിക്കണം. അവർ നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും വാങ്ങരുത്. ഏതായിരുന്നാലും ചില ആളുകൾ നിർബന്ധിക്കുന്നു, ശാഠ്യം പിടിച്ചുകൊണ്ട് നൽകുന്നു. എന്നാൽ ജമാഅത്ത് ഏതായിരുന്നാലും അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. വഖഫ് ജദീദിന്റെ ഇൻസ്പെക്ടർ ഫരീദ് സാഹിബ് പറയുന്നു, നവംബർ മാസത്തിൽ യുപിയിൽ സാമ്പത്തിക പര്യടനത്തിന് പോവുകയുണ്ടായി. അപ്പോൾ അറിയാൻ സാധിച്ചു, മീററ്റിൽ ഒരു അഹമ്മദി വീടുണ്ട്. അവർ അനേകം വർഷമായി ജമാഅത്തുമായി ബന്ധമില്ലാത്തവരാണ്. അവരുടെ വീട്ടിൽ എത്തി അവരെ ധനത്യാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ
അവർ പറഞ്ഞു, ഞങ്ങൾ വഖഫെ ജദീദിൽ മാത്രമല്ല എല്ലാ ചന്തകളിലും ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ ഷറഅയിക്കൊണ്ട് ചന്ത ലാസ്മിയും മറ്റ് എല്ലാ ചന്തകളും ശാഖാ സംഘടനയുടെ ചന്തകളും എഴുതിപ്പിക്കുകയുണ്ടായി. 1500 രൂപ വഖഫെ ജദീദ് ചന്തയായി നൽകുകയും ചെയ്തു. ഇങ്ങനെ അള്ളാഹു വഖഫെ ജദീദിന്റെ അനുഗ്രഹീത പദ്ധതി മുഖേന ഒരു കുടുംബത്തെ ജമാഅത്തുമായി ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാനും സാധിച്ചു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അലസത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ജമാഅത്തുമായി ബന്ധപ്പെടാറില്ല. ചിലപ്പോൾ നീണ്ട കാലമായി ബന്ധം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുഴുവൻ വ്യവസ്ഥിതിയും പ്രവർത്തന നിരതമായിരിക്കേണ്ടതാണ്. ഇതേതാനും ചില സംഭവങ്ങളാണ്. അവർ ദീനിനു വേണ്ടി ധനത്യാഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നതോടൊപ്പം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനും അഹമ്മദിയ ജമാഅത്തിന്റെ സത്യതയ്ക്കും അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്ഥാപിതമായതാണ് എന്നതിനും ഉള്ള തെളിവ് കൂടിയാണ്. അള്ളാഹു ജമാഅത്ത് അംഗങ്ങളുടെ ഈമാനും യഖീനും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി എപ്പോഴും ത്യാഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നവരായി തീരട്ടെ. കഴിഞ്ഞ വർഷം ജമാഅത്ത് വഖഫെ ജദീദിന് വേണ്ടി ചെയ്ത ത്യാഗം, അതിൽ ജമാഅത്തിന്റെ സ്ഥാനം, അതിനെക്കുറിച്ചും പറയുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വഖഫെ ജദീദിന്റെ 60-ാം വർഷം ഡിസംബർ 31 അവസാനിച്ചു. ജനുവരി 1 മുതൽ പുതിയ വർഷം 61-ാം വർഷം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആഗോള ജമാഅത്ത് വഖഫെ ജദീദിന് വേണ്ടി 88,62,000 പൗണ്ടിന്റെ ത്യാഗമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 8,42,000 പൗണ്ട് അധിക ത്യാഗമാണിത്. അൽഹംദുലില്ലാഹ്. പാകിസ്ഥാനെ കൂടാതെ അതെപ്പോഴും 1-ാം സ്ഥാനത്താണ്. മൊത്ത വസൂലിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളുടെ സ്ഥാനം വഖഫെ ജദീദിൽ ഇപ്രകാരമാണ്. ആദ്യത്തെ 10 രാജ്യങ്ങൾ: 1 UK, 2-ാം സ്ഥാനത്ത് ജർമ്മനി. തഹരീക്ക് ജദീദിൽ ഇത് തിരിച്ചായിരുന്നു. അമേരിക്ക 3-ാം സ്ഥാനം, 4-ാമത് കാനഡ, 5 ഇന്ത്യ, ഓസ്ട്രേലിയ 6-ാം സ്ഥാനത്ത്. മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത് ആണ് 7-ാം സ്ഥാനത്ത്. 8-ാം സ്ഥാനത്ത് ഇന്തോനേഷ്യ. 9-ാം സ്ഥാനത്ത് മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ് ഘാന. 10-ാമത്. ഘാന ഇത്തവണ വലിയ നേട്ടമാണ് കൈവച്ചിരിക്കുന്നത്. പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷ വസൂലിയേക്കാൾ പ്രത്യേക വർധനവ് കൈവരിച്ച രാജ്യങ്ങളിൽ കാനഡ മെച്ചപ്പെട്ട നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൈജീരിയയും നേട്ടം കൈവരിച്ചു. 83% വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാലി 55% വർധന വരുത്തി. സിറാലിയോൺ 45% വർധന വരുത്തി. കാമറൂൺ 45% വർധന വരുത്തി. ഘാന 24% വർധനവുണ്ടാക്കി. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വസൂലി ഉണ്ടാക്കിയിരിക്കുന്നു. പങ്കെടുത്തവരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അംഗസംഖ്യയാണ് വർധനവുണ്ടാകേണ്ടത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വഖഫ് ജദീദിൽ ഈ വർഷം 16 ലക്ഷത്തിലധികം ചന്ത നൽകുന്നവരാണ് പങ്കെടുത്തിരിക്കുന്നത്. പുതുതായി പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 2,68,000 ആണ്. അംഗസംഖ്യകളുടെ വർധനവിന്റെ അടിസ്ഥാനത്തിൽ നൈജീരിയ 1-ാം സ്ഥാനത്താണ്. അതിനുശേഷം സെറാലിയോൺ, പിന്നെ നൈജർ, പിന്നെ ബെനിൻ, പിന്നെ മാലി, അതിനുശേഷം കാമറൂൺ, എവറിക്കോസ്റ്റ്, സെനഗാൾ, ബുർക്കിന ഫാസോ, ഗാംബിയ, ഗിനി ബസാവോ, പിന്നെ കെനിയ, തൻസാനിയ, സിംബാബ്വെ. ഇവർ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയായവരുടെ ചന്ത, ഇതും 2 തരത്തിലുള്ളതാണ്. ഒന്ന് അത്ഫാലിന്റെ ചന്തയുണ്ട്, മറ്റൊന്ന് മുതിർന്നവരുടെ ചന്ത. ഇതിൽ പാകിസ്ഥാനും കാനഡയും ഒരുപാട് പ്രവർത്തിച്ചു വരുന്നു. ഇത്തവണ ഓസ്ട്രേലിയയും പ്രവർത്തിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ആദ്യത്തെ 3 സ്ഥാനം
മുതിർന്നവരുടെ ചന്തയുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് ലാഹോർ, പിന്നെ റബുവ, മൂന്നാം സ്ഥാനം കറാച്ചിയാണ്. ജില്ലയിൽ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമാബാദ്, പിന്നെ റാവൽപിണ്ടി, സൽഗോദ, ഗുജറാത്ത്, പിന്നെ ഉമർകോട്ട്, ഹൈദരാബാദ്, മീർപൂർ ഖാസ്, ഡെറ ഖാസി ഖാൻ, കോട്ടലി ആസാദ് കശ്മീർ, പിന്നെ ഗോൾട്ട. പാകിസ്ഥാനിലെ വസൂലിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 ജമാത്തുകൾ: ഇസ്ലാമാബാദ് ഷഹർ, ടൗൺഷിപ്പ്, ഗുഷൻ ഇക്ബാൽ കറാച്ചി, സമൂനാബാദ് ലാഹോർ, റാവൽപിണ്ടി ഷഹർ, അസീസാബാദ് കറാച്ചി, ദഹ്ലി ഗേറ്റ് ലാഹോർ, ബുഗൽപൂർ ലാഹോർ, സർഗോദ ഷഹർ, ഡെറ ഖാസി ഖാൻ ഷഹർ. അത്ഫാലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 ജമാത്തുകൾ: 1 ലാഹോർ, 2 കറാച്ചി, 3 രബുവ. ജില്ലാ അടിസ്ഥാനത്തിൽ 1 സൽഗോദ, റാവൽപിണ്ടി, ഗുജറാത്ത്, 4 ഫൈസലാബാദ്, ഹൈദരാബാദ്, നാറോവാൽ, ഡെറ ഖാസി ഖാൻ, 8 കോട്ടലി ആസാദ് കശ്മീർ, ഷഹൽപുറ. യുകെയിലെ 10 ജമാത്തുകൾ: 1 വോസ്റ്റർ പാർക്ക്, 2 മസ്ജിൽ ഫസൽ, ബെർഗിംഗം സൗത്ത്, 4 ജലിംഗം, 5 ബെർലിംഗം വെസ്റ്റ്, 6 ന്യൂ മോൾഡൻ, 7 ഗ്ലാസ്ഗോ, 8 ഇസ്ലാമാബാദ്, 9 പട്നി, 10 ഹെഡ്സ്. റീജിയന്റെ അടിസ്ഥാനത്തിൽ ലണ്ടൻ ബി 1, ലണ്ടൻ എ 2, 3 മിഡ്ലാൻഡ്, നോർത്ത് ഈസ്റ്റ്, മിഡിൽസെക്സ്, സൗത്ത് ലണ്ടൻ, ഇസ്ലാമാബാദ്, ഈസ്റ്റ് ലണ്ടൻ, നോർത്ത് വെസ്റ്റ്, ഹെഡ്സ്, സ്കോട്ട്ലൻഡ്. അമേരിക്കയുടെ ആദ്യത്തെ 10 ജമാത്തുകൾ: സിലിക്കോൺ വാലി 1, സിയാറ്റൽ, ഡെട്രോയിറ്റ്, സിൽവർ സ്പ്രിംഗ്, സെൻട്രൽ വെർജീനിയ, ഹോസ്റ്റൺ, ലോസ് ഏഞ്ചലസ് ഈസ്റ്റ്, ഡലസ്, ന്യൂസ്റ്റൺ, നോർത്ത് ലോറൽ. ഉസ്ലുയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ 5 ലോക്കൽ ഇമാറത്തുകൾ: ഹംബർഗ് 1, ഫ്രാങ്ക്ഫൂർട്ട് 2, വൈസ്ബ്രാവ്, ഗ്രോസ്ഗ്രോ, വോൾട്രോഫ്. മൊത്ത വസൂലിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 ജമാത്തുകൾ: റിയഡൽമാർക്ക്, നോയിട്ട്, മഹദിയാബാദ്, നോൾട്ട, ഫെയ്റ്റ്ബർഗ്, കോസ്റ്റ്ലൻഡ്, റോയിസൺ, റോയിൻ ഡാർഡൻ, ഫെനബർഗ്, ലങ്കൻ. വസൂലിയുടെ അടിസ്ഥാനത്തിൽ കാനഡയിലെ ഇമാറത്തുകൾ: 1 വോൺ, 2 കൽഗരി, പീസ് വില്ലേജ്, ബാൻടൺ, ഫ്രാസ് ഓവർ, റസാഗ. 10 വലിയ ജമാത്തുകൾ: ഡൽഹം 1 സ്ഥാനത്ത്, വെൽഗിറ്റം വെസ്റ്റ്, സിൽക്കട്ടൺ സൗത്ത്, വിൻസൻബർഗ്, ഗ്രെഡ്ഫുഡ്, സിസ്കട്ടോൺ നോർത്ത്, മോൺട്രിയാൽ വെസ്റ്റ്, ലൈറ്റ് മിനിസ്റ്റർ, അഡ്മിന്റൺ ഈസ്റ്റ്, എബിറ്റ്ഫോർട്ട്. അത്ഫാലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 5 ജമാത്തുകൾ: 1 സ്ഥലത്ത് ഡർഹം, ബ്രെഡ്ഫുഡ്, സിസ്കട്ടൂൺ സൗത്ത്, സിസ്കട്ടൂൺ നോർത്ത്, ലൈറ്റ് മിനിസ്റ്റർ. ദഫ്തർ അത്ഫാലിലെ ആദ്യത്തെ ഇമാറത്തുകൾ: 5 ഇമാറത്തുകൾ: 1 പീസ് വില്ലേജ്, 2 കൽഗരി, 3 വോൺ, ബാഗ്വോവർ, വെസ്റ്റോൺ. ഇന്ത്യയിലെ സംസ്ഥാന അടിസ്ഥാനത്തിൽ 1 സ്ഥാനത്ത് കേരള, ജമ്മു കാശ്മീർ, തെലങ്കാന, കർണാടക, തമിഴ്നാട്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. വസൂലിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 10 ജമാത്തുകൾ: 1 കാലിക്കട്ട്, ഹൈദരാബാദ്, പത്തപിരിയം, കാദിയാൻ, കൽക്കത്ത, ബാംഗ്ലൂർ, കണ്ണൂർ ടൗൺ, പഴയങ്ങാടി, കരുളായി, കരുനാഗപ്പള്ളി. ആസ്ട്രേലിയയിലെ 10 ജമാത്തുകൾ: 1 കോസ്റ്റൽ ഹിൽ, ബിസ്ബൺ ലോഗാൻ, ആസം പാർക്ക്, മെൽബർ ലോഗ്, വോർവിക്, പെസിത്ത്, ലംപ്ടൺ, ബ്ലാക്ക് ടൗൺ, അഡ്ലറ്റ് സൗത്ത്, കാൻബറ. ദഫ്തർ അത്ഫാലിന്റെ ആസ്ട്രേലിയയിലെ ജമാത്തുകൾ: ബിസ്ബൺ, ലോഗാൻ, പെസിത്ത്, ബിസ്ബൺ സൗത്ത്, മെൽബൺ, ബെർവിക്, അഡ്ലറ്റ് സൗത്ത്, മെൽബൺ, ലോഗറൻ, ലംപ്ടൺ, കാസൽ ഹിൽ, ആൽസംബാർക്ക്, മൗണ്ട് റോയിറ്റ്. അല്ലാഹു എല്ലാ ത്യാഗം വരിച്ച ആളുകളുടെയും ധനങ്ങളിലും അതിൽ അളവറ്റ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ.
അവരുടെ വിശ്വാസത്തിലും ആത്മാർത്ഥതയിലും വർധനവുണ്ടാക്കുമാറാകട്ടെ. അവർ എല്ലാവരുടെയും വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസരിച്ച് ആയിത്തീരട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഹാജർ നിർവഹിക്കുന്നതാണ്. അത് അസീസം അലിഗോർ മുനവർ മുജീബ് മുനവർ സാഹിബിന്റെ മകനാണ്. UK നിവാസിയാണ്. 2017 ഡിസംബർ 23 കുടുംബസമേതം ജർമ്മനിലേക്ക് പോകും വഴി ഓളൻ പട്ടണത്തിനടുത്ത് വെച്ച് ടയർ പൊട്ടിയ കാരണത്താൽ കാർ അപകടമുണ്ടായി. മാതാവായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. 5ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അലിഗോർ വഖഫേനൗ പദ്ധതിയിലെ അംഗമായിരുന്നു. പിതാമഹൻ ചൗധരി മുനവർ ഹഫീസ് സാഹിബ് നറോവാൽ നിവാസിയാണ്. അലി എന്ന പേര് തന്റെ പ്രപിതാമകൻ അലിഗോർ സാഹിബിന്റെ പേരിലാണ് വെച്ചിരുന്നത്. അദ്ദേഹം കുടുംബത്തിലെ ആദ്യത്തെ അഹമ്മദിയായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സഹാബിയുമായിരുന്നു. അസീസം അലിയുടെ മാതാമഹൻ ബഹുമാന മുഹമ്മദ് അലി ഹൈദരാബാദ് ദക്കൻ നിവാസിയാണ്. അലിയുടെ മാതാവ് നുസ്രത്ത് ജഹാൻ നമ്മുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഈ അപകടത്തിൽ മാതാവായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. നുസ്രത്ത് ജഹാൻ സാഹിബയുടെ മാതാവിന്റെ അരികിലാണ് ഈ കുട്ടി ഇരുന്നിരുന്നത്. അവർക്കും അധികമായി പരുക്ക് പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അള്ളാഹു അവർക്ക് ആരോഗ്യപൂർണമായ ജീവിതം നൽകുമാറാകട്ടെ. മാതാപിതാക്കൾക്കും ക്ഷമയും സ്ഥൈര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉത്തമ ക്ഷമയോടെയാണ് പ്രത്യേകിച്ച് മാതാവ് ഈ അപകടത്തെ സമീപിച്ചിട്ടുള്ളത്. കുട്ടികൾ നിഷ്കളങ്കരാണ്. അള്ളാഹു തീർച്ചയായും കുട്ടികളെ അതിവേഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അള്ളാഹു ഈ മാതാക്കൾക്കും ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിന് തത്തുല്യമായ മറ്റൊന്ന് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞിരുന്നു, നമസ്കാരത്തിന് ശേഷം ജനാസ നമസ്കരിപ്പിക്കുന്നതായി പുറത്തു പോകുന്നതാണ്. ജനാസ ഹാജരായതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ തന്നെ നിന്നുകൊണ്ട് ജനാസയിൽ പങ്കെടുക്കേണ്ടതാണ്. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله